ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 32 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 കുറിച്ചിട്ടാണ്. സെക്ഷൻ 32ൻ്റെ അണ്ടറിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് മരിച്ച ഒരു പേഴ്സൻ്റെ, അതല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ, അതല്ലെങ്കിൽ മെൻ്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ, അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കോടതിയിൽ എത്തി മൊഴി കൊടുക്കാൻ പറ്റാത്ത ഒരു പേഴ്സൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 32 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു പേഴ്സൺ മുൻപ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടൺ ആവാം, അതല്ലെങ്കിൽ വെർബൽ ഫോമിലായിരിക്കാം, കോടതിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതായത് റെലവൻറ്റ് ഫാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും റിട്ടൺ അല്ലെങ്കിൽ വെർബൽ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയുടെ മുൻപാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം. ബട്ട് ഡ്യൂ ടു സം റീസൺസ് ആ പേഴ്സണിനെ ഇനിയും വീണ്ടും കമ്പൽ ചെയ്യാൻ പറ്റില്ല, വീണ്ടും ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് കോടതിക്ക് മുൻപാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നെങ്കിൽ ആ പേഴ്സൺ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ പേഴ്സൺ മിസ്സിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആ പേഴ്സൺ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഇൻകേപ്പബിൾ ആയിരിക്കാം. മെൻ്റലി ഇൻകേപ്പബിൾ എന്ന് പറഞ്ഞു വെച്ചാൽ, ആദ്യം അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കോടതിക്ക് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് ലേറ്റർ ഓൺ എന്തെങ്കിലും ഷോക്ക് വന്നു, അതല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം വന്നു. ഫിസിക്കൽ പ്രോബ്ലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, മുൻപ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ലേറ്റർ ഓൺ അദ്ദേഹത്തിന് നാക്ക് മുറിഞ്ഞു പോയി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഇൻകേപ്പബിലിറ്റി ആ പേഴ്സണിന് വന്നു. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അൺറീസണബിൾ കാര്യങ്ങളും ആവാം. അതായത് സമയമില്ലായ്മയായിരിക്കാം, അതല്ലെങ്കിൽ കോടതിയിലേക്ക് വരാനും പോവാനും ഒക്കെയുള്ള പൈസയുടെ കുറവ് മൂലമായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിസ്റ്റൻസ് വളരെ ലോങ് ആയിരിക്കാം, അതായത് യാത്രാദൂരം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വീണ്ടും ആ പേഴ്സണോട് വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ നിർബന്ധിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. സോ അങ്ങനെ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം മുൻപ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് സെക്ഷൻ 32ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിൻ്റെ അണ്ടറിലാണ് ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെക്ഷൻ 32 ക്ലോസ് 1 ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു കോസ് ഓഫ് ഡെത്ത് ആണ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഒരു പേഴ്സൺ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡെത്തായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കും. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ്ലി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കോസ് ഓഫ് ഡെത്തിനെ കുറിച്ചിട്ട്, അതായത് എന്നുള്ളൊരു വ്യക്തി എന്നെ കുത്തി, അതുമൂലം ആണ് ഞാൻ മരിച്ചത് എന്നുള്ളത്. രണ്ട് എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിച്ച് റിസൾട്ടഡ് ഇൻ ഹിസ് ഡെത്ത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പറയുകയാണ്, എന്നെ ബി എന്നുള്ളൊരു വ്യക്തി ഫോണിൽ ഭയങ്കര ദേഷ്യത്തോടെ വിളിച്ചിട്ട് എന്നോട് ഒരു ഒഴിഞ്ഞ പാലത്തിൻ്റെ അടിയിലോട്ട് വരാൻ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് പേടിയാവുന്നു, അയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുമോ, എന്നെ കൊലപ്പെടുത്തുമോ എന്നുള്ളത് എന്നൊക്കെ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ആ പാലത്തിൻ്റെ അടിയിലോട്ട് പോകുന്നത്, അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം കൊലപ്പെടുത്തുന്നത്. സോ ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് റെലവൻ്റ് ആണ്. അതായത് അദ്ദേഹം ആ മരണത്തിന് മുൻപ് ഒന്നെങ്കിൽ കോസ് ഓഫ് ഡെത്തുമായി റിലേറ്റ് ചെയ്തിട്ടോ, അതല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെലവൻ്റ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സമയത്ത് അദ്ദേഹം ഡെത്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, അദ്ദേഹം ഡെത്ത് എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് അവിടെ ഒരു നെസസറി ആയിട്ടുള്ള കാര്യമല്ല. സോ അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ സിവിൽ പ്രൊസീഡിംഗ് ആയിക്കോട്ടെ, ക്രിമിനൽ പ്രൊസീഡിംഗ് ആയിക്കോട്ടെ, എന്ത് പ്രൊസീഡിംഗ് ആയാലും ഇദ്ദേഹത്തിൻ്റെ ഡെത്തിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം മുൻപ് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് സെക്ഷൻ 32 ക്ലോസ് 1ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്.
ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 32 ക്ലോസ് 2ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കോഴ്സ് ഓഫ് ബിസിനസ് സമയത്ത് ഒരു പേഴ്സൺ മേഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സിനാരിയോ എഴുതുന്ന സമയത്തും നമ്മൾ ആ തുടക്കത്തിൽ കോട്ട് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് ആഡ് ചെയ്യാൻ മറക്കരുത്. അതായത് ആ ഒരു പേഴ്സൺ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ അദ്ദേഹം അവൈലബിൾ അല്ല. കാരണം ഒന്നെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു, അതല്ലെങ്കിൽ അദ്ദേഹം മിസ്സിംഗ് ആണ്, അതല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി അദ്ദേഹം അൺഫിറ്റ് ആണ്, അതല്ലെങ്കിൽ പൈസയുടെ ഇന്നാഡിക്വസി കൊണ്ടോ, അതല്ലെങ്കിൽ സമയത്തിൻ്റെ ആ ഒരു ഇന്നാഡിക്വസി കൊണ്ടോ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൻ്റെ ആ ഒരു കാരണം കൊണ്ടോ അദ്ദേഹം ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ. അതൊരിക്കലും മറക്കരുത്. അപ്പോൾ ഈ സെക്ഷൻ്റെ അണ്ടറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പേഴ്സൺ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ സമയത്ത് മേഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് നൗ ഹീ ഈസ് നോട്ട് അവൈലബിൾ. സോ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏർലിയർ സ്റ്റേറ്റ്മെൻറ്റ് റെലവൻ്റ് ആണ് എന്നാണ് ഈ സെക്ഷൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ആ ഒരു കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. അതായത് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്സിൽ അദ്ദേഹം എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എൻട്രി ആയിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ ഗുഡ്സോ സെക്യൂരിറ്റിയോ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും കൈപ്പറ്റിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതി സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള റെസിപ്റ്റ് ആവാം, അതല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതി സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം എഴുതുകയോ സൈൻ ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇട്ട ഏതെങ്കിലും ഒരു ലെറ്ററോ, അതല്ലെങ്കിൽ അദ്ദേഹം സാധാരണ രീതിയിൽ ഡേറ്റ് ഇട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആവാം. സോ ഈ ഒരു മാർഗങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 32 ക്ലോസ് 3 ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് മേക്കർ. ഒരു പേഴ്സൺ അയാളുടെ ആ ഒരു ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ബട്ട് നൗ അയാൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കേപ്പബിൾ അല്ല. അതായത് ഒന്നെങ്കിൽ അദ്ദേഹം മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി അൺഫിറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ മിസ്സിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡെഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ കോടതിയിലോട്ട് വിളിക്കുന്നത് അൺറീസണബിൾ ആയിരിക്കാം. സോ അങ്ങനെ ആ ഒരു സർക്കംസ്റ്റാൻസസിൽ അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എതിരായിട്ട് തന്നെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റിന് എതിരെ ആയിട്ട് തന്നെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ എ നടത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ബെനിഫിറ്റിന് എതിരെ ആയിട്ടുള്ളത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 32 ക്ലോസ് 4 ആണ്. അതായത് gives opinion as to public right or custom or matters of general interest. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രസൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഒപ്പീനിയനാണ്. ഈ ഒപ്പീനിയൻ എന്തിനെ റിഗാർഡ് ചെയ്തിട്ടാണ്? ഒരു പബ്ലിക് റൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു കസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ പബ്ലിക് മാറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ജനറൽ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതും ആയിരിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒപ്പീനിയൻ കൊടുക്കുന്ന ആൾക്ക് എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച്, അതായത് ഈ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല അവെയർ ആയിരിക്കണം. സോ
ഒരു പ്രശ്നം അറൈസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഈ ഒരു മാറ്റേഴ്സിനെ കുറിച്ചിട്ട് ഒരു കോൺട്രവേഴ്സി അറൈസ് ചെയ്യുന്നതിന് മുൻപാണ് ഇദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു റൈറ്റ് കസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റേഴ്സിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സി അറൈസ് ചെയ്യുന്നതിന് മുൻപാണ് ഇങ്ങനൊരു പേഴ്സൺ ഈ ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഒപ്പീനിയനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റിഗാർഡ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് സെക്ഷൻ 32 ക്ലോസ് 5 ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ അഡോപ്ഷൻ റിലേഷൻഷിപ്പ് തമ്മിലുള്ള കാര്യത്തിനെ പറ്റിയിട്ടായിരിക്കാം. സോ ഒരു കോൺട്രവേഴ്സി അറൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ മുകളിൽ ഒരു സ്പെഷ്യൽ നോളജ് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ സിമ്പിളാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേഴ്സൺസ് തമ്മിൽ അവരുടെ ആ ഒരു ബ്ലഡ് അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ അഡോപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ മുകളിൽ ഒരു സ്പെഷ്യൽ നോളജ് ഉള്ള ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ആ മുൻപ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് ഈ സെക്ഷൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 32 ക്ലോസ് 6 ആണ്. സെക്ഷൻ 32 ക്ലോസ് 6ൻ്റെ അണ്ടറിൽ മെയ്ഡ് ഇൻ വിൽ ഓർ ഡീഡ് റിലേറ്റിംഗ് ടു ഫാമിലി അഫയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിസീസ്ഡ് പേഴ്സണും മറ്റൊരു പേഴ്സണും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ അഡോപ്ഷൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിൻ്റെ അണ്ടറിൽ വന്നുണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഈ ഡിസീസ്ഡ് പേഴ്സൺ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വില്ല് വഴിയോ അല്ലെങ്കിൽ ഡീഡ് വഴിയോ അതല്ലെങ്കിൽ ഫാമിലി പെഡിഗ്രി അല്ലെങ്കിൽ ടോം സ്റ്റോൺ അല്ലെങ്കിൽ ഫാമിലി പോർട്രേറ്റ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു ഡിസ്പ്യൂട്ടിന് മുൻപ് തന്നെ ഈ ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്നതിന് മുൻപ് ആ ഡിസീസ്ഡ് പേഴ്സൺ നടത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളൊരു വ്യക്തി മരിച്ചു. സോ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബി എന്ന് പറയുന്ന ആൾ തൻ്റെ മകൻ ആണ് എന്നുള്ളത്. സോ ഇനി അതിൻ്റെ മുകളിൽ വേറൊരു ക്വസ്റ്റ്യനും വരാനില്ല. അതായത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് പി തൻ്റെ മകൻ ആണ് എന്നുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 32 ക്ലോസ് 7 ആണ്. ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻ മെൻഷൻഡ് ഇൻ 13 ക്ലോസ് എ. സോ ആദ്യം നമുക്ക് സെക്ഷൻ 13 ക്ലോസ് എ എന്താണെന്ന് നോക്കാം. Where the question is as to the existence of any right or custom, the following facts are relevant. Any transaction by which the right or custom in question was created, claimed, modified, recognized, asserted or denied, or which was inconsistent with its existence. So coming back to section 32 clause 7. സെക്ഷൻ 32 ക്ലോസ് 7ൻ്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു ഡീഡ് അല്ലെങ്കിൽ വിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ കസ്റ്റം അല്ലെങ്കിൽ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 13 ക്ലോസ് എ ആണ് റെഫർ ചെയ്യേണ്ടത്. അതായത് സെക്ഷൻ 13 ക്ലോസ് എൻ്റെ അണ്ടറിലാണ് കസ്റ്റം അല്ലെങ്കിൽ റൈറ്റിൻ്റെ ക്രിയേഷൻ, ക്ലെയിം, മോഡിഫിക്കേഷൻ, റെക്കഗ്നിഷൻ, അസേർഷൻ, ഡിനയൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുമ്പോൾ സെക്ഷൻ 13 ക്ലോസ് എ ആണ് റെഫർ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ 13 ക്ലോസ് എയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ 32 ക്ലോസ് 7ൻ്റെ അണ്ടറിൽ റെലവൻ്റ് ആവും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 32 ക്ലോസ് 8 ആണ്. Made by several persons and expresses feelings relevant to the matter in question. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ മാറ്റർ ഇൻ ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഒരു നമ്പർ ഓഫ് പേഴ്സൺസും എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ, അതായത് ആ നമ്പർ ഓഫ് പേഴ്സൺസ് നടത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ വിൻഡോയിൽ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ട് അത് എക്സിബിറ്റ് ചെയ്ത് വെച്ചു. സോ ബി എന്നുള്ള വ്യക്തി ഈ എക്കെതിരെ സ്യൂ ചെയ്യുകയാണ്. അതായത് എയുടെ ഈ പെയിൻറ്റിങ് ബിയെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്, അതല്ലെങ്കിൽ ബിയെ ഡീഫെയിം ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ് എന്നുള്ളത്. സോ ഈ ബി എന്നുള്ള പേഴ്സൻ്റെ സെയിം അഭിപ്രായമാണ് ഒരു നമ്പർ ഓഫ് പേഴ്സൺസിന്, അതല്ലെങ്കിൽ അത് കാണുന്ന എല്ലാ സ്പെക്ടേറ്റേഴ്സിനും തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 32 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അതായത് കേസസ് ഇൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെലവൻറ്റ് ഫാക്ട് ബൈ പേഴ്സൺ who is dead or cannot be found etc. is relevant. സോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും എഫക്റ്റീവായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. So, thank you for watching the video.